നമുക്ക് ഈ ചപ്പാത്തി, പുട്ട്, ദോശ എല്ലാം കഴിച്ച് ബോറടിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു വെറൈറ്റി ഫുഡ് ഉണ്ടാക്കണം തോന്നൂലേ? അങ്ങനെ തോന്നുമ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡാണ് ലസാഞ്ഞ. അതിന് മിനിമം ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന സാധനങ്ങൾ കയ്യിൽ വേണം. ഒരു ഓണിയൻ, 2-3 ക്യാരറ്റ്, ഒരു പാപ്രിക്കയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ സാലറിയോ സ്പ്രിംഗ് ഒണിയനോ എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി ലിറ്റിൽ ബിറ്റ് സാൾട്ട്, പെപ്പർ, 1 ടീസ്പൂൺ വീതം ടർമറിക് പൗഡർ, കൊറിയാണ്ടർ പൗഡർ, ചില്ലി പൗഡർ. ഇതാ നമ്മളെ ഹീറോ എത്തിയിട്ടുണ്ട്, ഗ്രൗണ്ട് ബീഫ്. ഇപ്പോൾ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? നല്ല എരിഞ്ഞ പൊരിഞ്ഞ തീയിൽ വെന്തൊരുകുന്നു. ഇത് ക്വാർക്ക്, സോഫ്റ്റ് ഫ്രഷ് ചീസ്, പിന്നെ ടൊമാറ്റോ സോസ്. ഇനി ഒരാളും കൂടി വരാനുണ്ട്, അതുകൂടി കഴിഞ്ഞാൽ ഫിനിഷ്. അയാളാണ് ഇയാൾ, സ്പിനാച്ച്, ഇംഗ്ലീഷിൽ സ്പിനിച്ച്. നാട്ടിലെ ചീര പോലത്തെ ഒരു സാധനം. മനസ്സിനും ഫുഡിനും ഒക്കെ ഒരു കുളിർമ വരണമെങ്കിൽ കുറച്ച് ഗ്രീനറൊക്കെ വേണ്ടേ? ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കുക, അതിങ്ങോട്ട് എടുക്കുക. ഇനി നമുക്ക് കുറച്ച് വൈറ്റ് സോസ് ഉണ്ടാക്കണം. അതിന് ബട്ടർ ഇട്ടു, അതിനുശേഷം കുറച്ച് ഫ്ലോർ എടുത്തു. 200 ഗ്രാം ഫ്ലോർ എടുത്തിട്ടുണ്ട്. അതിന് ഡബിളായിട്ട് കുറച്ച് പാൽ ഒഴിക്കണം. നമ്മൾ ആദ്യം ബട്ടറിൽ അതൊന്ന് വറുത്തെടുക്കണം. പിന്നെ പാൽ ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കുറച്ചൊരു കട്ട പിടിച്ച പോലെ ഉണ്ടാവും, അതൊന്നും മൈൻഡ് ചെയ്യണ്ട. പിന്നെ അതിൽ ലിറ്റിൽ ബിറ്റ് സാൾട്ട് ആൻഡ് പെപ്പർ. നമുക്ക് കുറച്ച് ഗ്രീനറിയും കുളിർമയെല്ലാം ഇതിനും കൊടുക്കാം. ഫിനിഷായി. ഇനി നല്ല രസം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാൻ. ആദ്യം നമ്മൾ കറി ഒഴിക്കുന്നു, അത് കഴിഞ്ഞ് നമുക്ക് ലസാന ഷീറ്റ് വെക്കണം. പിന്നെ വൈറ്റ് സോസിൻ്റെ ഒരു ലെയർ കൊടുക്കും. പിന്നെ വീണ്ടും കറി ഒഴിക്കുക, അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ലാസ്റ്റ് ഏറ്റവും മുകളിലായി മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുക. 250 ഡിഗ്രിയിൽ ഒരു 45 മിനിറ്റ്സ്. അങ്ങനെ നമ്മളെ ലസാന റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്യാം. ഇവിടെ കട്ട് ചെയ്യാം, വേണ്ട അവിടെ കട്ട് ചെയ്യാം, വേണ്ട ഇവിടെ തന്നെ കട്ട് ചെയ്താലോ, എന്നാൽ വേണ്ട നമുക്ക് അപ്പുറത്തെടുക്കാം. താൻ എന്തെങ്കിലും ഉറച്ച് നിൽക്കടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബായ്.